1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും UG, PG, ഡിപ്ലോമ, MS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ, ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടച്ച്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 56 8008000120. തമ്പുരാട്ടി എഴുന്നള്ളിയില്ലേ? എങ്ങാണ്ടൊക്കെ കറങ്ങി അടിച്ച് വന്നിരിക്കുക. അവൾ അവളുടെ വീട്ടിലേക്കൊന്നും അല്ല പോയത്. അവള് ബ്യൂട്ടി പാർലറിൽ പോയതാ അമ്മേ. അതിന് അമ്മ എന്തിനാ ഇങ്ങനെ ചാടുന്നത്? മഹാലക്ഷ്മി ഇനി ജീവനോടെ ഇല്ല അമ്മേ. ഞാനാണ് അവളെ തട്ടിയെന്ന് മഞ്ജുവിന് അറിയാം. ഇനി അവളെ ചൊടിപ്പിച്ചിട്ട് ഇതൊക്കെ അവളുടെ നാവിന്ന് മറ്റുള്ളവർ അറിയണോ? അമ്മ അത് മാത്രമല്ല, ഇനിയിപ്പൊ കണ്ണന്റെ സ്വത്തുക്കള് ഉണ്ണിക്കൊപ്പം നിന്ന് പിടിച്ചു വാങ്ങേണ്ടത് മഞ്ജും കൂടിയല്ലേ? അതോർത്ത് അവളെ അനുനയിപ്പിച്ചങ്ങ് നിർത്ത് അമ്മേ. ഒരു കാരണവശാലും അവളെ ചൊടിപ്പിക്കരുത് അമ്മേ. അവൾക്ക് എന്താന്ന് വെച്ചാ ഈ സമയത്ത് ഉണ്ടാക്കി കൊടുക്കാണ് ചെയ്യേണ്ടത്. എന്നാലും അടുക്കളയിൽ എന്നെ ഒന്ന് സഹായിച്ചൂടെ? പച്ചക്കറിയെങ്കിലും ഒന്ന് അരിഞ്ഞു തന്നൂടെ? അത് അമ്മയുടെ ഇവിടുത്തെ മോൾക്കും പറ്റുമല്ലോ. അവള് ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ. എന്നിട്ട് വെറുതെ അവള് വരുന്നുണ്ട്. അമ്മ വെറുതെ അവളുടെ മുമ്പിൽ മുഖം കറുപ്പിക്കില്ലേ? ഇങ്ങ് വാ മോളെ. മോക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വാ, വന്ന് കഴിക്ക്. വാ മോളെ. മോള് വാ. ഇരിക്കും മോളെ. അതെ, മോളുടെ വീട്ടില് മഹാലക്ഷ്മി പോയതിന്റെ സങ്കടം ഒന്ന് കെട്ടടങ്ങിയ ശേഷം മോള് മോളുടെ വീട്ടിൽ പോയി നിൽക്കണം. എന്നിട്ടേ കണ്ണന്റെ സങ്കടത്തിൽ പങ്കുചേരണം. പിന്നാലെ ഇവനും വന്നോളൂ. മഹാലക്ഷ്മി കണ്ണന്റെ ജീവിതത്തിലേക്ക് വരുന്നതിന് മുമ്പ് ആ വീട് എങ്ങനെയാ പൊയ്ക്കൊണ്ടിരുന്നത്? ഇനി അങ്ങനെ വേണം എല്ലാം മുന്നോട്ട് പോകാൻ. നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് പോലെ ഒന്നും നടക്കാൻ പോകുന്നില്ല അമ്മായി. ഇനിയിപ്പോ ഏട്ടത്തി വന്നില്ലെങ്കിലും ശരി, കണ്ണേട്ടൻ പഴയ കണ്ണേട്ടനാവാൻ പോകുന്നില്ല. പോലീസ് അന്വേഷണം പരാജയപ്പെട്ടാലും കണ്ണേട്ടനറിയാം സംഭവിച്ചത് എന്താണെന്ന്. ഏട്ടത്തി മരിച്ചെങ്കില് അതിനുത്തരവാദി ആരാണെന്ന് മറ്റാരെക്കാളും അറിയാവുന്നത് കണ്ണേട്ടനാ. അങ്ങനെ ഒരു ചിന്തയായിട്ടാണ് അവൻ മുന്നോട്ട് പോകുന്നെങ്കിൽ മഹാലക്ഷ്മിയുടെ അതേ വിധി തന്നെ അവനും വരും. കത്തിക്ക് ഞാൻ അവനെ. കൊല്ലുന്നതിനെ പറ്റി പറയാതെ എങ്ങനെയെങ്കിലും അവനെ വഴിക്ക് കൊണ്ടുവരാൻ നോക്ക് മേഘ. അതിന് ഉണ്ണിക്കും ദുർഗയ്ക്കും ഒപ്പം നിന്ന് ശ്രമിക്കേണ്ടത് നീയാണ് മഞ്ജു. ആര് ശ്രമിച്ചാലും ശരി, കണ്ണേട്ടനെ ഇനി ആ വഴിക്ക് കൊണ്ടുവരാൻ പറ്റില്ല. ഏട്ടത്തിയില്ലാതെ കണ്ണേട്ടന് ജീവിക്കാനും പറ്റില്ല. അങ്ങനെയെങ്കിലേ അവൾക്കൊപ്പം അവനെയും പറഞ്ഞു വിടുമെന്നാണ് ഞാൻ പറഞ്ഞത്. ഞാനെന്തിനാ അവനോട് ദയ കാണിക്കുന്നത്? ഒരുത്തി അവന്റെ ജീവിതത്തിലേക്ക് വന്നപ്പോ എന്നെ അവൻ ആദ്യം ജോലിന്ന് പറഞ്ഞു വിട്ടു. എന്റെ അച്ഛനെ ഉണ്ണിയൊക്കെ അവൻ തരം താഴ്ത്തിയില്ലേ? അതിന് അവൻ അർഹിക്കുന്നത് മരണം തന്നെയാ. അത് ചെയ്യാതെ ഇപ്പൊ ഞാൻ അവനൊരു ഷോക്ക് കൊടുത്തിട്ടുണ്ട്. അതൊരു പാഠമായി എടുത്ത് അടങ്ങി ഒതുങ്ങി ജീവിച്ചില്ല എന്നുണ്ടെങ്കിൽ മഹാലക്ഷ്മിയെ കൊല്ലാനെടുത്ത സമയം പോലും വേണ്ട എനിക്ക് അവനെ തീർക്കാൻ. കണ്ണേട്ട് നമ്മളെല്ലാരും സഹായിച്ചിട്ടേ ഉള്ളൂ, സ്നേഹിച്ചിട്ടേ ഉള്ളൂ. അതെന്താ ഇവിടെ ആരും തിരിച്ചറിയാത്ത? അല്ല മഞ്ജു, മഹാലക്ഷ്മി അവന്റെ ജീവിതത്തിലേക്ക് വന്ന ശേഷം നിനക്ക് അവനോട് ഭയങ്കര ദേഷ്യമായിരുന്നല്ലോ. പിന്നെന്താടി ഇപ്പൊ ഇങ്ങനൊരു മാറ്റം? അതാ ഞാനും ആലോചിക്കുന്നത്. ഇപ്പൊ മഹാലക്ഷ്മിയെ പറ്റി പോലും നല്ലത് പറയുന്നുണ്ട്. എനിക്കവരാരും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. ചെയ്തിട്ടില്ലേ? എടി, നിന്റെ കല്യാണത്തിന് ഒരു ചില്ലി കാശെങ്കിലാ കണ്ണം തന്നോ? സ്വർണ്ണായിട്ടെ കരുണയും കരുണയുടെ അച്ഛനും മുത്തശ്ശിയൊക്കെ ഒരുപാട് തന്നല്ലോ. ആ സമയത്ത് സ്വർണത്തിന്റെ ഒരു അംശമെങ്കിലും ഇപ്പൊ ഈ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവള് തന്നോ നിനക്ക്? എന്നിട്ട് അവള് പ്രസംഗിക്കുക. അതെ, കണ്ണൻ തോമസ് വൈദ്യന്റെ വീട്ടിൽ നിന്ന് തിരികെ എത്തിയതിനു ശേഷം പഴയ കണ്ണൻ ആയില്ലെങ്കിൽ
അവന്റെ ഇപ്പൊ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിരലുണ്ടല്ലോ, അതിന്റെ ചലനം അങ്ങ് നിൽക്കും. അവന്റെ ശരീരത്തിന്റെയും അതിലൊരു തർക്കവും വേണ്ട. ഞാനും നീയും ഉണ്ണിയും ഒക്കെ ആഗ്രഹിച്ചത് അത് നമുക്ക് കിട്ടണം, കിട്ടി തന്നെ ആവണം.